കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് വാർത്തകളിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ആളാണ് വി ഡി സതീശൻ. മാത്രമല്ല ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. യു ഡി എഫിൻ്റെ പതാകവാഹകരാണ് മനോരമ. കഴിഞ്ഞ 3-4 മാസമായിട്ട് മനോരമ പത്രം വായിക്കുന്നവർക്കറിയാം. അതിൽ യു ഡി എഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന വാർത്തകൾ, കോൺഗ്രസിനെ പ്രൊമോട്ട് ചെയ്യുന്ന വാർത്തകൾ. ഇനി അതാരും വായിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സി പി എമ്മിനെ എതിർക്കുന്ന, ദൂഷിക്കുന്ന, പരിഹസിക്കുന്ന, അപമാനിക്കുന്ന വാർത്തകൾ, അസത്യങ്ങൾ, അർത്ഥസത്യങ്ങൾ ധാരാളം. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ തന്നെയുണ്ട് സി പി എമ്മിനെ ദൂഷിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെയല്ല, അർത്ഥസത്യങ്ങളും അസത്യങ്ങളും കൂടി ചേർത്ത് നല്ലൊരു ചേരുവയാക്കി ഇത് വായിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് മനോരമ അധ്വാനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ കുറിച്ചും കേരളത്തിലെ ബി ജെ പി നേതാക്കളെക്കുറിച്ചും ഏതാണ്ട് ഇതേ രീതിയിലുള്ള വാർത്തകൾ തന്നെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മനോരമ വായിക്കുന്നവർക്ക് അറിയാം മനോരമയുടെ രാഷ്ട്രീയം എന്നുള്ളതുകൊണ്ട് വായിക്കുന്നവർ അതിന് ഒരു പരിധിയിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. മനോരമ പത്രത്തിൽ സത്യസന്ധമായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, പ്രിൻ്റഡ് ആൻഡ് പബ്ലിഷ് ബൈ ഇന്നാൾ ഓൺ ബിഹാഫ് ഓഫ് മലയാള മനോരമ, ചീഫ് എഡിറ്റർ മാമൻ മാത്യു. അത് സത്യമാണ്. പിന്നെ അതിൽ സത്യസന്ധമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചരമക്കോളം, നിര്യാതരായി എന്ന കോളത്തിൽ കാണുന്ന ആളുകൾ അവരെല്ലാവരും മരിച്ചവർ തന്നെ ആയിരിക്കും. മരിക്കാത്ത ഒരാളെക്കുറിച്ച് മനോരമ അങ്ങനെ വാർത്ത കൊടുക്കാറില്ല. ഇത് രണ്ടും ഒഴിച്ചാൽ പിന്നെ മനോരമയിൽ വന്ന അധികവും തള്ളും, ശുദ്ധ അസംബന്ധവും അച്ചായൻ്റെ ചില കുസൃതികളുമാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് വരുത്തുന്നവർക്കും വായിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രാധാന്യം ആരും കൊടുക്കാറില്ല.